Hello dear students, welcome to another online class. We are discussing the chapter of Plus 1 Accountancy. The name of chapter is Introduction to Accounting. Today we are discussing the nature of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകൾ. ഫസ്റ്റ് പോയിന്റ്, അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകളിൽ ആദ്യത്തേത്, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് ഒരു കലയാണ്. അക്കൗണ്ടിങ് ഒരു കലയാണ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ സയൻസ്. ഇറ്റ് ഈസ് എ സയൻസ്. അക്കൗണ്ടിങ് ഒരു ശാസ്ത്രമാണ്. കാരണം സയൻസിനെ പോലെ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുന്നതിന് ചിട്ടയായ പഠനം ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒരു സയൻസാണ്. Third one, accounting is the art of recording transactions in the books. Accounting is the art of recording transactions in the books. ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ കലയാണ് അക്കൗണ്ടിങ്. ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ കലയാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് which are of financial character. It records only those transactions and events which are of financial character. സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളും സംഭവങ്ങളും മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. അക്കൗണ്ടിങ്ങിൽ എന്ത് ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ? സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകളും സംഭവങ്ങളും മാത്രമേ ഇത് രേഖപ്പെടുത്തുന്നുള്ളൂ. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്നതും പണത്തിലൂടെ പറയാൻ പറ്റാത്തതുമായ ധാരാളം ഇടപാടുകൾ ഒരു സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്ന ഇടപാടുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ പദങ്ങളിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ രൂപത്തിൽ പറയാൻ സാധിക്കുന്ന ഇടപാടുകളാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അത്തരത്തിലുള്ള ഇടപാടുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കിനെ നമ്മൾ പറയുന്ന പേര് ജേണൽ എന്നാണ്. ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന അതേ ക്രമത്തിൽ ട്രാൻസാക്ഷനുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ. നെക്സ്റ്റ്, ഇറ്റ് ക്ലാസിഫൈസ് ദി റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇറ്റ് ക്ലാസിഫൈസ് ദി റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. രേഖപ്പെടുത്തിയ ഇടപാടുകളെ ചിട്ടയായ രീതിയിൽ അക്കൗണ്ടിങ് തരംതിരിക്കുന്നു. അതായത് ജേണലിൽ രേഖപ്പെടുത്തിയ ഇടപാടുകളെ ചിട്ടയായ രീതിയിൽ ഇത് തരംതിരിക്കുന്നു. രേഖപ്പെടുത്തിയ ഇടപാടുകളെ ചിട്ടയായ രീതിയിൽ ഇത് തരംതിരിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് സമ്മറൈസസ് ദി ക്ലാസിഫൈഡ് ഡാറ്റ. അങ്ങനെ തരംതിരിച്ച വിവരങ്ങളെ ഇത് ക്രോഡീകരിക്കുന്നു. ഇറ്റ് സമ്മറൈസസ് ദി ക്ലാസിഫൈഡ് ഡാറ്റ. തരംതിരിച്ച ഡാറ്റകളെ ക്രോഡീകരിക്കുന്നു, അല്ലെങ്കിൽ സംഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചുരുക്കുന്നു. തരംതിരിച്ച ഡാറ്റകളെ അക്കൗണ്ടിങ് ക്രോഡീകരിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദി സമ്മറൈസ്ഡ് ഡാറ്റ. അക്കൗണ്ടിങ് അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദി സമ്മറൈസ്ഡ് ഡാറ്റ. അക്കൗണ്ടിങ് ക്രോഡീകരിച്ച വിവരങ്ങളെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അക്കൗണ്ടിങ് ക്രോഡീകരിച്ച വിവരങ്ങളെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഒന്ന്,
ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഇതൊരു കലയാണ്. 2, ഇറ്റ് ഈസ് എ സയൻസ്, ഇത് ഒരു ശാസ്ത്രമാണ്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ്, ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ കലയാണ് അക്കൗണ്ടിങ്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകളും സംഭവങ്ങളും മാത്രം അക്കൗണ്ടിങ് രേഖപ്പെടുത്തുന്നു. ഇറ്റ് ക്ലാസിഫൈസ് ദി റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, രേഖപ്പെടുത്തിയ ഇടപാടുകളെ ചിട്ടയായ രീതിയിൽ അക്കൗണ്ടിങ് തരംതിരിക്കുന്നു. ഇറ്റ് സമ്മറൈസസ് ദി ക്ലാസിഫൈഡ് ഡാറ്റ, അക്കൗണ്ടിങ് തരംതിരിച്ച ഡാറ്റകളെ സംഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചുരുക്കുന്നു അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്നു. തരംതിരിച്ച ഡാറ്റകളെ അക്കൗണ്ടിങ് ക്രോഡീകരിക്കുന്നു അല്ലെങ്കിൽ ചുരുക്കുന്നു. ഇറ്റ് അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദി സമ്മറൈസ്ഡ് ഡാറ്റ, അക്കൗണ്ടിങ് ക്രോഡീകരിച്ച വിവരങ്ങളെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ. അക്കൗണ്ടിങ് നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? ആദ്യത്തേത് റെക്കോർഡിംഗ്. രേഖപ്പെടുത്തൽ. It is the basic function of accounting. It is the process of recording transactions of financial character in the account books in orderly manner. Recording is originally done in a book called a journal. നമ്മൾക്കറിയാം, ധാരാളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന പ്രവർത്തനമാണ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന പ്രവർത്തനമാണ് റെക്കോർഡിംഗ്. വാട്ട് ഈസ് റെക്കോർഡിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ ദി അക്കൗണ്ട് ബുക്സ് ഇൻ ഓർഡർലി മാനർ. ക്രമമായ രീതിയിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. എന്താണ്? ക്രമമായ രീതിയിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. നമ്മൾക്കറിയാം, ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ട്രാൻസാക്ഷനുകൾ നടക്കാറുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്നതും പണത്തിലൂടെ പറയാൻ സാധിക്കാത്തതുമായ ധാരാളം ഇടപാടുകൾ ഒരു സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. അക്കൗണ്ടിങ് എന്തുമാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ? സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ മാത്രമേ ഇത് രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന ക്രമത്തിനനുസരിച്ചാണ് ഇത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഒന്നാമതായി നടക്കുന്ന ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബുക്കിൽ ഒന്നാമതായി രേഖപ്പെടുത്തണം. രണ്ടാമതായി നടന്ന ട്രാൻസാക്ഷൻ രണ്ടാമതായി അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. അങ്ങനെ ക്രമമായ രീതിയിൽ പണത്തിലൂടെ പറയാൻ സാധിക്കുന്ന ഇടപാടുകൾ മാത്രം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റെക്കോർഡിംഗ്. Recording is originally done in a book called a journal. Recording is originally done in a book called a journal. ആദ്യമായി റെക്കോർഡിംഗ് നടത്തുന്നത് ജേണൽ എന്ന് വിളിക്കുന്ന ബുക്കിനാണ്. ആദ്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് ജേണൽ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ്.
അതുകൊണ്ട് ജേണൽ എന്ന ബുക്കിനെ സാധാരണമായി നമ്മൾ പറയാറ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ധർമ്മം. റെക്കോർഡിംഗ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന പ്രവർത്തനമാണ് റെക്കോർഡിംഗ്. It is the process of recording transactions of financial character in the account books in orderly manner. ക്രമമായ രീതിയിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. Recording is originally done in a book called a journal. ജേണൽ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് ആദ്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. ജേണൽ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് ആദ്യമായി റെക്കോർഡിംഗ് നടത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ ധർമ്മം, റെക്കോർഡിംഗ്. സെക്കൻഡ്, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫയിങ്, തരംതിരിക്കൽ. It is the systematic analysis of recorded data with a view to bring transactions or entries of similar nature at one place. The classification work is done in a book called a ledger. അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ധർമ്മമാണ് ക്ലാസിഫയിങ്. എന്താണ് ക്ലാസിഫയിങ്? It is the systematic analysis of recorded data with a view to bring transactions of similar nature at one place. ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടി ജേണലിൽ രേഖപ്പെടുത്തിയ ഡാറ്റയുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ ചിട്ടയായ വിശകലനമാണ് തരംതിരിക്കൽ. ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടി ജേണലിൽ രേഖപ്പെടുത്തിയ ഡാറ്റയുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ ചിട്ടയായ വിശകലനമാണ് തരംതിരിക്കൽ. The classification work is done in a book called ledger. ഈ തരംതിരിക്കൽ പ്രവൃത്തി ഏത് ബുക്കിലാണ് നടക്കുന്നത്? ലെഡ്ജർ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വർക്ക്, തരംതിരിക്കൽ പ്രവൃത്തി നടക്കുന്നത്. ഒരേ സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ബുക്കാണ് ലെഡ്ജർ. ജേണലിൽ രേഖപ്പെടുത്തിയ ഇടപാടുകളിൽ നിന്നും ഒരേ സ്വഭാവമുള്ളവയെല്ലാം എടുത്ത് രണ്ടാമത്തെ ബുക്കായ ലെഡ്ജറിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ വയ്ക്കുന്നു. ലെഡ്ജർ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് ഈ തരംതിരിക്കൽ പ്രവൃത്തി നടക്കുന്നത്. ഇവിടെ അക്കൗണ്ടിങ്ങിൽ രണ്ടാമതായി തയ്യാറാക്കുന്ന ബുക്കാണ് ലെഡ്ജർ. അതുകൊണ്ട് തന്നെ ഈ ബുക്കിനെ നമ്മൾ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്നാണ് പറയുന്നത്. എന്താണ് ക്ലാസിഫയിങ്? ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടുകൂടി രേഖപ്പെടുത്തിയ ഡാറ്റയുടെ ചിട്ടയായ വിശകലനമാണ് തരംതിരിക്കൽ. ഉദാഹരണം, നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ 10 വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് കരുതുക. ജേണലിലാണ് ഈ ഇടപാടുകളെല്ലാം ആദ്യം രേഖപ്പെടുത്തുന്നത്. വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ജേണലിൽ നിന്നും ശേഖരിച്ച് രണ്ടാമത്തെ ബുക്കായ ലെഡ്ജറിലെ ഒരു പേജിലേക്ക് ഒരുമിച്ച് വയ്ക്കുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെട്ട ഇനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ലെഡ്ജർ എന്ന ബുക്കിലെ ഓരോ പേജും ഓരോ ഇനങ്ങൾക്ക് വേണ്ടിയാണ് നൽകുന്നത്. ഓരോ പേജിനെയും നമ്മൾ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാക്കുക, എല്ലാ ഇടപാടുകളും നടക്കുന്ന ക്രമമനുസരിച്ച് ആദ്യം ജേണലിൽ രേഖപ്പെടുത്തും. തുടർന്ന്
ജേണലിൽ നിന്നും ഒരേ സ്വഭാവമുള്ള ഇനങ്ങളെല്ലാം എടുത്ത് രണ്ടാമത്തെ ബുക്കിലെ ഓരോ പേജിലേക്ക് നമ്മൾ എഴുതുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെട്ട ഇനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബുക്കിലെ ഓരോ പേജിനെയും നമ്മൾ പറയുന്ന പേരെന്താണ്? അക്കൗണ്ട്. എന്തിനാണ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങളും ഒരു സ്ഥലത്ത് വെക്കുവാനാണ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ സമ്മറൈസിങ്, സംഗ്രഹിക്കൽ അല്ലെങ്കിൽ ക്രോഡീകരിക്കൽ. It is the presentation of classified data in a manner understandable and useful to the accounting users. It involves the balancing of ledger accounts and the preparation of trial balance and financial statements. It is the presentation of classified data in a manner understandable and useful to the accounting users. അക്കൗണ്ട് ഉപയോക്താക്കൾക്ക് മനസ്സിലാകാവുന്നതും ഉപയോഗപ്രദവുമായ രീതിയിൽ തരംതിരിച്ച ഡാറ്റയുടെ അവതരണമാണ് സമ്മറൈസിംഗ്. അക്കൗണ്ട് ഉപയോക്താക്കൾക്ക് മനസ്സിലാകാവുന്നതും ഉപയോഗപ്രദവുമായ രീതിയിൽ തരംതിരിച്ച ഡാറ്റയുടെ അവതരണമാണ് സമ്മറൈസിംഗ്. അതായത് ഒരേ സ്വഭാവമുള്ള ഇനങ്ങളെ ഒരുമിച്ച് ലെഡ്ജറിലെ ഒരു സ്ഥലത്ത് വെച്ചാൽ മാത്രം പോരാ. ബിസിനസിന്റെ തൽപരരായ കക്ഷികൾക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അത് പ്രസന്റ് ചെയ്യണം. എല്ലാ ഇടപാടുകളും ആദ്യം നമ്മൾ ജേണലിൽ രേഖപ്പെടുത്തി ആ ജേണലിൽ നിന്നും ഒരേ സ്വഭാവമുള്ള ഇനങ്ങളെ ലെഡ്ജർ അക്കൗണ്ടിന്റെ ഓരോ പേജിലേക്കും നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, അത് അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക്, അക്കൗണ്ടിംഗ് വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാകാവുന്നതും ഉപയോഗപ്രദവുമായ രീതിയിൽ അത് അവതരിപ്പിക്കണം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ റിസൾട്ടുകൾ കണ്ടുപിടിക്കുന്നത് സമ്മറൈസിംഗ് എന്ന ഈ ഫംഗ്ഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ സമ്മറൈസിംഗിൽ ഏതൊക്കെ ഉൾപ്പെടുക? ഇറ്റ് ഇൻവോൾവ്സ് ദ ബാലൻസിംഗ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിങ്ങും ട്രയൽ ബാലൻസ് തയ്യാറാക്കലും ധനകാര്യ പത്രികകൾ തയ്യാറാക്കലും സമ്മറൈസിംഗിൽ ഉൾപ്പെടുന്നു. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, അതെന്താണെന്നുള്ളത് തുടർന്ന് നമ്മൾ പറയും. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിങ്ങും ട്രയൽ ബാലൻസ്, ധനകാര്യ പത്രികകൾ എന്നിവയുടെ തയ്യാറാക്കലും ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് സമ്മറൈസിംഗ്? അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് മനസ്സിലാകാവുന്നതും ഉപയോഗപ്രദവുമായ രീതിയിൽ ലെഡ്ജറിൽ തരംതിരിച്ച ഡാറ്റകളുടെ അവതരണമാണ് സമ്മറൈസിംഗ്. It involves the balancing of ledger accounts and preparation of trial balance and financial statement. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിങ്ങും ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിവയുടെ തയ്യാറാക്കലും സമ്മറൈസിംഗ് എന്ന ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നു. എന്താണ് സാമ്പത്തിക ഇടപാട്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ പദങ്ങളിൽ പറയാൻ സാധിക്കുന്ന ഇടപാടുകളാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. Accounting records only those transactions and events in terms of money which are of financial character. Accounting records only those transactions and events in terms of money which are of a financial character. പണത്തിൻ്റെ പദങ്ങളിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകളും സംഭവങ്ങളും മാത്രം അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തുന്നു.
വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്ന ഇടപാടുകളുണ്ട്, പണത്തിലൂടെ പറയാൻ സാധിക്കാത്ത ഇടപാടുകളുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്ന ഇടപാടുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പണത്തിൻ്റെ പദങ്ങളിൽ സാമ്പത്തിക സ്വഭാവങ്ങളോട് കൂടിയ ഇടപാടുകളും സംഭവങ്ങളും മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അക്കൗണ്ടിങ് ഒരു കാരണവശാലും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്നില്ല. എന്താ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ? പണത്തിലൂടെ പറയാൻ സാധിക്കാത്ത ഇടപാടുകളാണ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ, അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്. അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്, വിശകലനവും വ്യാഖ്യാനവും. The recorded data are analyzed or interpreted in such a manner that the accounting users can make meaningful judgments about the financial position and operational results. The recorded data are analyzed or interpreted in such a manner that the accounting users can make meaningful judgments about the financial position and operational result. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും പ്രവർത്തന ഫലങ്ങളെയും സംബന്ധിച്ച് ശരിയായ വിധി നിർണയം നടത്താൻ സാധിക്കുന്ന തരത്തിൽ രേഖപ്പെടുത്തിയ ഡാറ്റകളെ വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു. എന്താണ്? ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും പ്രവർത്തന ഫലങ്ങളെയും സംബന്ധിക്കുന്ന ശരിയായ വിധി നിർണയം അക്കൗണ്ടിംഗ് യൂസേഴ്സിന് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ രേഖപ്പെടുത്തിയ ഫിനാൻഷ്യൽ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് വിലയിരുത്താൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് വിലയിരുത്താൻ അവർക്ക് കഴിയും. നെക്സ്റ്റ്, അവസാന ഫംഗ്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. It is the process of exchanging the idea between two or more persons. After proper analysis and interpretation, accounting information is to be communicated in proper form to the proper person. It may be in the form of accounting ratios, graph, diagram, profit and loss account, balance sheet, etc. What is communication? It is the process of exchanging the idea between two or more persons. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ ആശയം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ ആശയം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ പ്രോപ്പർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, accounting information is to be communicated in a proper form to the proper person. ശരിയായ വിശകലനത്തിനും വ്യാഖ്യാനത്തിനും ശേഷം ശരിയായ ആളുകൾക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ശരിയായ വിശകലനത്തിനും വ്യാഖ്യാനത്തിനും ശേഷം ശരിയായ ആളുകൾക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ആർക്കൊക്കെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന തൽപരരായ എല്ലാ കക്ഷികൾക്കും എത്തിച്ചു കൊടുക്കണം. ഉടമസ്ഥന്മാർക്ക് കൊടുക്കണം, എംപ്ലോയീസിന് നൽകണം, കടക്കാർക്ക് നൽകണം, ഗവൺമെൻറ്റിന് നൽകണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകണം. ഇങ്ങനെ ധാരാളം അക്കൗണ്ടിംഗ് യൂസേഴ്സ് ഉണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഈ അക്കൗണ്ടിംഗ് യൂസേഴ്സ്, അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾ. ഓക്കെ, ഇവിടെ ശരിയായ വിശകലനത്തിനും വ്യാഖ്യാനത്തിനും ശേഷം ശരിയായ ആളുകൾക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കണം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഏത് രൂപത്തിലാണ് എത്തിച്ചു കൊടുക്കുന്നത്? ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ടിംഗ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, എക്സെട്ര.
അക്കൗണ്ടിങ് റേഷ്യോസ്, ഗ്രാഫുകൾ, അക്കൗണ്ടിങ് റേഷ്യോസ്, അക്കൗണ്ടിങ് അനുപാതങ്ങൾ, ഗ്രാഫുകൾ, ഡയഗ്രങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയുടെ രൂപത്തിലാവും കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഏത് രൂപത്തിലാവാം? അക്കൗണ്ടിങ് യൂസേഴ്സിന് ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഏത് രൂപത്തിലാവാം? അത് ഒന്നുകിൽ അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ രൂപത്തിലാണ്, അക്കൗണ്ടിങ് അനുപാതങ്ങളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാഫുകളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഡയഗ്രത്തിൻ്റെ രൂപത്തിലാവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയുടെ രൂപത്തിലാവാം. അപ്പോൾ ഒന്നുകൂടി, എന്താണ് റെക്കോർഡിംഗ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രാഥമിക പ്രവർത്തനമാണ് ഇത്. ക്രമമായ രീതിയിൽ അക്കൗണ്ട് ബുക്കുകളിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. ജേണൽ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് ആദ്യമായി റെക്കോർഡിംഗ് നടക്കുന്നത്. ക്ലാസിഫയിങ്, തരംതിരിക്കൽ. ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടുകൂടി രേഖപ്പെടുത്തിയ ഡാറ്റയുടെ ചിട്ടയായ വിശകലനമാണ് തരംതിരിക്കൽ. ലെഡ്ജർ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ് തരംതിരിക്കൽ പ്രവൃത്തി നടക്കുന്നത്. സമ്മറൈസിംഗ്, ക്രോഡീകരിക്കൽ. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് മനസ്സിലാകാവുന്നതും ഉപയോഗപ്രദവുമായ രീതിയിൽ തരംതിരിച്ച വിവരങ്ങളുടെ അവതരണമാണ് ക്രോഡീകരിക്കൽ. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിംഗ്, ട്രയൽ ബാലൻസ്, ധനകാര്യ പത്രികകൾ എന്നിവയുടെ തയ്യാറാക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നു. പണത്തിൻ്റെ പദങ്ങളിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകളും സംഭവങ്ങളും മാത്രം അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തുന്നു. അനലൈസിസ് ആൻഡ് ഇന്റർപ്രറ്റ്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും പ്രവർത്തന ഫലങ്ങളെയും സംബന്ധിച്ച് അക്കൗണ്ടിംഗ് യൂസേഴ്സിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ ആശയം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. ശരിയായ വിശകലനത്തിനും വ്യാഖ്യാനത്തിനും ശേഷം ശരിയായ ആളുകൾക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ എത്തിച്ച് നൽകേണ്ടതാണ്. അക്കൗണ്ടിംഗ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായ രൂപത്തിലാവാം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ ക്ലാസ് 1-2 പ്രാവശ്യം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഇത് നോട്ട്സ് എഴുതണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.